മൈക്കോളജിയിൽ നിന്ന് അമീനാണ് സംസാരിക്കുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ നൂർനാട് പള്ളിക്കൽ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ ജൻ റിച്ച് ഫുഡ് പ്രൊഡക്റ്റ് എന്ന സംരംഭമുണ്ട്. അതിൻ്റെ വിശേഷങ്ങളും അതുപോലെ മൈക്കോളജിക്കിൻ്റെ മെഷീൻസിൻ്റെ വിശേഷങ്ങളും കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഉള്ളിലോട്ട് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാനുഫാക്ചറിങ് യൂണിറ്റ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും നമുക്ക് സാറോട് ചോദിക്കാം. അപ്പോൾ ഇതാണ് സാർ വരുന്നത്. സാർ പേരെന്തായിരുന്നു? വിനയചന്ദ്രൻ. ഓക്കെ. എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ മെയിനായിട്ട് കോക്കനട്ട് ബേസ്ഡ് പ്രൊഡക്റ്റുകൾ, ജാക്ക് ഫ്രൂട്ട് ബേസ്ഡ് പ്രൊഡക്റ്റുകൾ, അങ്ങനെയുള്ള കുറേ പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ബേസിക്കലി നമ്മൾ കൂടുതലും നമ്മൾ ഡിപ്പെൻഡൻസി നിങ്ങളുടെ മൈക്രോലോജിക് മിഷൻ തന്നെയാണ്. നമ്മുടെ ബേസിക്കലി അതിന്റെ ഗുണം നിങ്ങളോട് ഞാൻ പറഞ്ഞു അറിയിക്കണ്ടല്ലോ, ഇവിടെ നമ്മുടെ ഡിസ്പ്ലേയിൽ തന്നെ ഉണ്ട്. അതെ, ഡീഹൈഡ്രേറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് നല്ല രീതിയിൽ പോകുന്നത്. അതെ അതെ വൈറ്റ്, നല്ല പ്യൂർ വൈറ്റ്. അതെ അതെ അതെ. വീണ്ടും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് നോർമൽ നമ്മുടെ തേങ്ങ പോലെ തന്നെ ആവും. നമുക്ക് കുറുമ ഉണ്ടാക്കാം, തിരിച്ച് തേങ്ങയാവും. നമുക്ക് കുറുമ അങ്ങനെയുള്ള സാധനങ്ങൾ, നമ്മുടെ ദോശയുടെ ചട്നി അതൊക്കെ ഉണ്ടാക്കാം. അതെ, ഒരുപാട് ജിഞ്ചർ ഇത് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വിപണിയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരുന്ന നമ്മുടെ കേരള പ്യൂർലി നമ്മുടെ ഇവിടെ തന്നെ ഉള്ള ജിഞ്ചറാണ്. അതിന്റെ സ്മെല്ല് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ മഞ്ഞള്, അതെ, അത് നമ്മുടെ പ്യുവർ കളർ തന്നെ നമുക്ക് കിട്ടുന്നത്. യെല്ലോ കളേഴ്സ്. അതെ 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 അതെ. പിന്നെ വെറൈറ്റീസ് ആയിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഹോട്ട് പ്രോസസ്ഡ് വെർജിൻ കോക്ക്, വെന്ത വെളിച്ചെണ്ണ. അതെ അതെ, അതിനുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട്, നമുക്കത് കാണാം. ഇതൊക്കെ ഒരുപാട് റോസ്റ്റർ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അത് റോസ്റ്റിംഗ് മെഷീനാണ്. ഇത് നമ്മുടെ വെറ്റ് പൾവറൈസർ ആണ്, നനഞ്ഞ സാധനങ്ങൾ പൊടിച്ചെടുക്കാൻ, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇത് ജ്യൂസ് എക്സ്ട്രാക്ടിങ് മെഷീനാണ്. അതിന്റെ ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക. അതിന്റെ ഇടാനുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം, മറ്റു പൾപ്പുകൾ എടുക്കാം, ഒക്കെ ഉപയോഗിക്കുന്ന മെഷീൻ. അതെ അതെ. ഇതാണ് മെഷീൻസ് വരുന്നത്. അതെ അതെ അതെ. ഡ്രൈ ചെയ്ത് വെച്ച പ്രൊഡക്റ്റ്. അതെ, ഡ്രൈ ചെയ്ത് വെച്ച. ചക്ക ചെയ്യുന്നുണ്ടല്ലേ? അതെ, ചക്ക ചെയ്യുന്നുണ്ട്. ചക്ക നോക്കി അതിന്റെ പച്ചച്ചക്കയാണ് ചെയ്യുന്നത്. അതെ, ഇത് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അതേപോലെ തന്നെ ചക്കയായിട്ട് തന്നെ മാറും. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പയസിലേക്ക് ഡീഹൈഡ്രേഷൻ അറിയുന്ന കേസ് തന്നെ. പിന്നെ അതുപോലെ ഇതാണ് കോക്കനട്ട് പൗഡർ വരുന്നത്. ശരിക്ക് ഇതല്ലേ? അതെ അതെ, നൈസ് പൗഡർ. നൈസ് തന്നെ വരുന്നത്, നല്ല വൈറ്റ് കളർ തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് പ്രൊഡക്റ്റ് വേറെ എന്തായിരുന്നു? ഇത് ഇഞ്ചി അല്ലേ? അതെ, ഇഞ്ചി. അതെ, ഇഞ്ചി ചിപ്സ്. പിന്നെ മഞ്ഞളുണ്ട്. അതെ അതെ. നല്ല കർഷകർ കയ്യിൽ നിന്ന് മഞ്ഞളെടുത്ത് ഇവരെന്നെ പൊടിച്ച് പൊടിക്കാനുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ തന്നെയുണ്ട്. ചില സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഇതിന്റെ എക്സ്ട്രാക്റ്റും എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് 24ന്റെ മെഷീനാണ് വരുന്നത്. അതെ, ഇത് കംപ്ലീറ്റ് സ്റ്റീലാണ്. 304 ഗേഡ് ആണ്. ഫുഡ് ഗേഡ് ആവുമ്പോ എന്താ വെച്ചാല് മറ്റേത് വെച്ചാൽ അത് കംപ്ലീറ്റ് സ്റ്റീലാണ് വരുന്നത് അല്ലേ? അതെ 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 അതെ. സാർ സെലക്ട് ചെയ്യാനുള്ള കാരണം, സ്റ്റീൽ എടുക്കാനുള്ള കാരണം രണ്ട് കാര്യങ്ങളാണ്. ഞാൻ വേറൊരു കമ്പനി ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്നു. പക്ഷേ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കളർ ചേഞ്ചസും മറ്റു കാര്യങ്ങളും. ഇപ്പൊ നമ്മൾ ചക്ക ഉണക്കുവാണെങ്കിൽ ചക്കയുടെ നാച്ചുറൽ കളറല്ല കിട്ടുന്നത്, ഡ്രൈഡ് ആണ്. ഫുള്ളി ഹോട്ടാക്കി ജലമല്ല അതിനകത്ത് തങ്ങിയിട്ടുള്ള ഒരു കളർ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് കാരണമാണ് ഡീഹൈഡ്രേഷൻ മെഷീൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തത്. പിന്നെ ഞാൻ അതിന്റെ ഡെമോൺസ്ട്രേഷൻ കാണുകയും ചെയ്തു. അതെ, കമ്പനിയിൽ വന്നിട്ട് അതെ അതെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൽ നമുക്ക് ഹ്യൂമിഡിറ്റി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതെ, നമ്മളിപ്പോ ചെയ്യുന്ന ചില ടൈമർ കാര്യങ്ങളൊക്കെ അല്ല, നമ്മൾ ചെയ്യുന്നുണ്ട് ഹ്യൂമിഡിറ്റി തന്നെ. ഹ്യൂമിഡിറ്റി -10 വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. ചില ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി 2-3 നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഡ്രൈ ജിഞ്ചറിന്. അപ്പൊ അവർക്ക് വേണ്ടത് ക്ലീൻഡ് -10 ഹ്യൂമിഡിറ്റി വെച്ചിട്ട് ചെയ്യണമെന്നുള്ള. അതെ അതെ അതെ, അത് ടെസ്റ്റ് നമ്മൾ അയച്ചു കൊടുത്തായിരുന്നു. എല്ലാം ടെസ്റ്റ് എല്ലാം ഓക്കെയാണ്. 2 ഡബിൾ ഡോർ ആണ്. ഓരോ സെക്ഷൻ നമ്മൾ സെപ്പറേറ്റ് വർക്ക് ചെയ്യാൻ പറ്റും. കുറഞ്ഞ ലോഡ് ഉള്ളെങ്കിൽ ഒരു സെക്ഷൻ മാത്രം സൗകര്യം സെറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതെ 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 അതെ. പിന്നെ മാർക്കറ്റിംഗ് എങ്ങനെ വരുന്നത്? ഇപ്പം നമ്മളിപ്പം പറഞ്ഞല്ലോ സ്റ്റാർട്ടപ്പ് ആണെന്നുള്ള കാര്യം. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് സർക്കിള് ഉപയോഗിക്കുന്നുണ്ട്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ആമസോണുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിന്റെ ഒരാഴ്ചക്കുള്ളിൽ അത് ബൾക്ക് ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ബൾക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ബൾക്ക് ഡൽഹി ബേസ്ഡ് സ്ഥാപനങ്ങൾക്കും മറ്റ് അതെ അതെ. പിന്നെ നിങ്ങൾ നമ്മൾ ഫോക്കസ്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ കണ്ടല്ലോ വില്ലേജ് ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന്റെ, അത് ഒരു US കമ്പനിയാണ്. അപ്പൊ അവരെന്ന് പറയുമ്പോൾ അവിടെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി വേണ്ട പ്രൊഡക്റ്റുകൾ. അതായത് റോസ് ഡ്രൈ ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അതെ അതെ അതെ. കളർ മുരിങ്ങയില, അതെല്ലാം കളേഴ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ കൂടുതൽ കീപ്പ് ചെയ്യാറില്ല, അതൊന്നും നമുക്ക്
അറിയാലോ ഇപ്പൊ ചക്കന്റെ ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള പച്ചച്ചക്കന്റെ കളേഴ്സ് ഒക്കെ വളരെ കളറൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്കനട്ടിന്റെ കളർ പോകാതെ കളറുണ്ടോ വൈറ്റ് കളറിന് അത്രയും കളർ നഷ്ടപ്പെടുന്നത് കംപ്ലീറ്റ് ഡ്രൈ പ്രോസസിങ് കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഇതെല്ലാം നമ്മുടെ സാമ്പിൾസ് ആണ്. അതൊക്കെ ഒരുപാട് ഐറ്റംസ് സാമ്പിൾസ് ഉണ്ട്. ജിഞ്ചർ കാര്യങ്ങള് എല്ലാ സംഗതികളും ചെയ്യുന്നുണ്ട്. അവിടെ പാക്കിംഗ് സിസ്റ്റം മൈക്രോളജിക്കിന്റെ പാക്കിംഗ് മെഷീൻസ് ആണ് പാക്ക് ചെയ്യുന്നതാണ് വരുന്നത്. കണ്ടിന്യൂസ് ട്രാൻസ്ഫർ വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അത്രയും നല്ല പ്രീമിയം കവറിംഗ് ആണ് വരുന്നത്. ലെയർ 3 ഫുഡ് ഗ്രേഡ് ലെയർ 3 കവേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പൗച്ചാണ് വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത്. അതേപോലെ നല്ല വൈറ്റ് കളർ, ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇത് പ്രോസസ്സിങ് ചെയ്യുന്നത്. അതുപോലെ ചക്കയുടെ അതേപോലെ എല്ലാ പ്രോസസ്സിങ്ങും, അതായത് പച്ച ചക്ക ഉണക്കി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പയസിലേക്ക് അല്ലേ വരുന്നതാണ്. അതുകൊണ്ട് ഒരു പാക്കറ്റ് ഒക്കെ ഉണ്ട്. വളരെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി കവറുകളാണ്. എല്ലാ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബൾക്കായിട്ടുള്ള ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സാർ എങ്ങനെ മാർക്കറ്റിംഗ് ഓൺലൈൻ സൗകര്യങ്ങളൊക്കെ ഓൺലൈൻ സൗകര്യങ്ങളുണ്ട്. ഓൺലൈൻ സൗകര്യങ്ങളുണ്ട്. ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാനും ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്ത് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എക്സ്പോർട്ടിങ് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് സാർ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിപ്പോ ഫ്ലാറ്റുകൾ ഇവർക്കൊക്കെ കൂടുതൽ ജസ്റ്റ് പൊട്ടിച്ചിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് നമുക്കിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 2 തേങ്ങയെക്കാട്ടി കൂടുതൽ തേങ്ങാപ്പീര ഇതിനകത്ത് മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കസ്റ്റമേഴ്സിന് കിട്ടി കഴിഞ്ഞാൽ ഡയറക്റ്റ് അതുപോലെ ചക്കകളാണെങ്കിൽ പോലും നമുക്ക് സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് വീണ്ടും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾക്ക് ആവശ്യമുള്ളവർക്ക് സാറെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുന്നുണ്ട്. ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും.